ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇടുക്കിയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. മകരവിളക്കിന് മുന്നോടിയായി കൺട്രോൾ റൂം 16 മുതൽ പ്രവർത്തനം ആരംഭിക്കും. അതിർത്തി മേഖലയിലെത്തുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികളും അവസാന ഘട്ടത്തിലാണ്. മകരവിളക്കിന്റെ ഭാഗമായി കളക്ടറേറ്റിലും മഞ്ചുമല വില്ലേജ് ഓഫീസിലുമായി 24 മണിക്കൂർ സേവനവുമായി 2 കൺട്രോൾ റൂമുകളാണ് ഇടുക്കിയിൽ പ്രവർത്തിക്കുക. ഇതോടൊപ്പം രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും 16 മുതൽ ആരംഭിക്കും. തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ആദ്യമെത്തുന്ന കമ്പമെട്ടിലും കുമിളിയിലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തിരക്ക് വർദ്ധിക്കുന്നതോടെ ശബരിമലയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കമ്പമെട്ട്, കട്ടപ്പന വഴിയും തിരികെ കുമിളി വഴിയുമെന്ന ക്രമീകരണം സ്വീകരിക്കും. കമ്പമെട്ടിലെ ഇടത്താവളത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ടൗണിൽ കൂടുതൽ വഴിവിളക്കുകളും സ്ഥാപിച്ചു. ശബരിമല ഇടത്താവളത്തിന്റെ കമ്പമെട്ടിലെ പണികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടികളും അവിടെ കാട് വെട്ടിത്തെളിച്ചു, കളനാശിനി അടിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകൾ ഇന്ന് 2 ഹൈമാസ് ലൈറ്റുകൾ അവിടെ പ്രവർത്തനം ആരംഭിക്കും. ദിശാ ബോർഡുകൾ ഇന്ന് സ്ഥാപിക്കും. അങ്ങനെ എല്ലാവിധ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. കമ്പമെട്ട ഇടത്താവളത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ നല്ല സമീപനമാണ് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂമുകൾ എല്ലാം തന്നെ നല്ല ക്ലീനാക്കി. തമിഴ്നാട്ടിൽ തേനി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധനയും ശക്തമാക്കി. അയ്യപ്പന്മാർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ വിവിധ മേഖലകളിൽ പോലീസ്, ആരോഗ്യ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ, ഫയർഫോഴ്സ് വകുപ്പുകളുടെ സംയുക്ത നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ നടത്തും. ഇടുക്കിയിലെ വിനൂസ് നെടുങ്കണ്ടം. ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്. നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനുമാഷിനോട് ചോദിക്ക്. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.